ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ പറയുന്നത്. ഐഡന്റിഫൈ എ ബി സി ഇൻ ദ ഗിവൺ റിയാക്ഷൻ സീക്വൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ വന്നിരിക്കുന്നത്? അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ടെസ്റ്റ് ഫോർ ലെഡ് ഗ്രൂപ്പ് 2 അനാലിസിസിൽ, ലെഡിന്റെ ഗ്രൂപ്പ് 2 അനാലിസിസിൽ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ആണ് ആക്ച്വലി ഇവിടെ തന്നിരിക്കുന്നത്. എന്താ റിയാക്ഷനിൽ പറഞ്ഞിരിക്കുന്ന മക്കളെ നോക്കിക്കേടാ? നമ്മളൊരു കോമ്പൗണ്ട് എയിനെ HNO3 വെച്ച് റിയാക്ട് ചെയ്തു. ഒരു കോമ്പൗണ്ട് എ that is reacted with HNO3, right? എനിക്ക് എന്ത് കിട്ടി? PbNO3 twice. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ എ എന്തായിരിക്കണം? എ ഷുഡ് ബി PbS. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എന്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു? ഐ എം റിയാക്ടിങ് ഇറ്റ് വിത്ത് H2SO4. ലെഡ് നൈട്രേറ്റിനെ H2SO4 വെച്ച് റിയാക്ട് ചെയ്യിക്കുക. എന്താ കിട്ടുക? ലെഡ് സൾഫേറ്റ്, ദാറ്റ് ഈസ് PbS4 കിട്ടും. Now ഇതിനെ ഞാൻ ഐ എം റിയാക്ടിങ് വിത്ത് അമോണിയം അസറ്റേറ്റ്. അമോണിയം അസറ്റേറ്റ്, acetic acid and K2CrO4. So I will get PbCrO4, which is a yellow precipitate. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് 2ന്റെ അനാലിസിസിന്റെ സമയത്ത് നമുക്ക് തന്നിരിക്കുന്നത് ലെഡ് ആണെന്ന് കൺഫേം ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ആ റിയാക്ഷൻ. സോ ആ റിയാക്ഷൻ പ്രകാരം നമ്മുടെ ആൻസർ ഏതാ മക്കളെ? നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇനി NCERT നമ്മുടെ ലാബ് മാനുവലിൽ തന്നിരിക്കുന്ന പൊസിഷൻ നോക്കിയടാ. ടെസ്റ്റ് ഫോർ ലെഡ്. ലെഡ് സൾഫൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ HNO3 and on adding H2SO4 drops to alcohol, white precipitate that is lead sulfate is appear. അതായത് PbSനെ നമ്മൾ എന്ത് ചെയ്തു? HNO3 വെച്ച് റിയാക്ട് ചെയ്യിച്ചു. യു വിൽ ഗെറ്റ് ലെഡ് നൈട്രേറ്റ്. ലെഡ് നൈട്രേറ്റ് H2SO4 വെച്ച് കഴിഞ്ഞാൽ PbS4 കിട്ടും. ഓക്കെ, now the white precipitate dissolves in ammonium acetate solution on boiling. When the solution is acidified with acetic acid and potassium chromate solution, yellow precipitate that is PbCrO4 is formed. On adding potassium iodide, it is a solution yellow precipitate of lead iodide formed. ആ ഭാഗം നമുക്കില്ല, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ലെഡ് സൾഫേറ്റ് നിങ്ങൾ അമോണിയം അസറ്റേറ്റ് വെച്ച് റിയാക്ട് ചെയ്തു. അമോണിയം ടെട്രാ അസറ്റോ പ്ലംബേറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി Pb2+ ആണ് ആയിട്ടുള്ളത്. ഈ Pb2+ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്യുന്ന ആരെയാണ്? പൊട്ടാസ്യം ക്രോമേറ്റിനാണ്. അപ്പൊ ക്രോമേറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ് ക്രോമേറ്റ് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഇത് നമ്മുടെ NCERT തന്നിട്ടുള്ള എന്താണ് റിയാക്ഷൻ ആണ്. NCERT നമ്മുടെ ലാബ് മാനുവലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു.